Dear students, welcome to Learner's World. In this video, I'm going to talk about Christopher Nolan, the full interview news night, fundamentals of film studies, FUGP, semester 5, B English Language and Literature, Calcutta University. Summary of Christopher Nolan, the full interview. Christopher Nolan, the full interview. News night is an interview in which famous filmmaker Christopher Nolan talks about his filmmaking style, his love for traditional film, and the future of cinema. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റഫർ നോളൻ ദ ഫുൾ ഇൻ്റർവ്യൂ ന്യൂസ് നൈറ്റ് എന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധാനകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്, ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നിർമ്മാണ ശൈലി, പരമ്പരാഗത ഫിലിം, അതായത് സെല്ലുലോയിഡ് ഉപയോഗിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, സിനിമയുടെ ഭാവി എന്നിവയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹി എക്സ്പ്ലെയിൻസ് വൈ ഹി പ്രിഫർ ഷൂട്ടിംഗ് ഓൺ ഫിലിം ഇൻസ്റ്റെഡ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് വൈ ദ തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയേക്കാൾ ഫിലിമിൽ ചിത്രീകരിക്കുന്നതാണ് മികച്ചതെന്നും തിയേറ്ററിൽ സിനിമ കാണുന്ന അനുഭവം വളരെ പ്രധാനമാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വീടിനുള്ളിൽ ഇരുന്ന് കാണുന്നതിനേക്കാൾ തിയേറ്ററിനുള്ളിൽ ഇരുന്ന് കാണുന്നതാണ് സിനിമ കാണുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ക്രിസ്റ്റഫർ നോളൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഡയറക്ടേഴ്സ് ഇൻ മോഡേൺ സിനിമ. അദ്ദേഹം ആധുനിക സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ്. ഹിസ് ഫിലിംസ് ആർ നോൺ ഫോർ ദെയർ യൂണിക് സ്റ്റോറി ടെല്ലിംഗ്, കോംപ്ലക്സ് നരേറ്റീവ്സ് ആൻഡ് റിയലിസ്റ്റിക് വിഷ്വൽസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്രത്യേകതകളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള കഥ പറച്ചിലുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ, സങ്കീർണമായിട്ടുള്ള കഥാസംവിധാനം, അതുപോലെ യാഥാർത്ഥ്യബോധമുള്ള ദൃശ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ എൻകറേജസ് ഓഡിയൻസ് ടു തിങ്ക് ഡീപ്ലി രാദർ ദാൻ സിംപ്ലി വാച്ച് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അതായത് വെറുതെ ഒരു വിനോദം നൽകുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ചിന്തിപ്പിക്കുക. Nolan became famous with Memento in 2000, which used a reverse order storyline. അപ്പോൾ 2000 പുറത്തിറങ്ങിയിട്ടുള്ള മെമൻറ്റോ എന്ന ചിത്രത്തിലൂടെയാണ് നോളൻ പ്രശസ്തനായത്. ആഫ്റ്റർ ഇറ്റ്സ് സക്സസ് ഹി കണ്ടിന്യൂഡ് മേക്കിംഗ് ഇന്നോവേറ്റീവ് ഫിലിംസ് സച്ച് എസ് ഇൻസോംനിയ, ബാറ്റ്മാൻ ബിഗിൻസ്, ദ പ്രസ്റ്റീജ്, ദ ഡാർക്ക് നൈറ്റ്, ഇൻസെപ്ഷൻ, ദ ഡാർക്ക് നൈറ്റ് റൈസസ്, ഇൻ്റർസ്റ്റെല്ലാർ, ഡങ്കിർക്ക് ആൻഡ് ഒപ്പൻഹൈമർ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു. ഈ സിനിമകളൊക്കെ അദ്ദേഹം നിർമ്മിച്ചതാണ്. ഹിസ് വർക്ക്സ് ഹാസ് ഏൺഡ് മെനി ഇൻ്റർനാഷണൽ അവാർഡ്സ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നോളൻ സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് സെല്ലുലോയിഡ് ഗിവ്സ് ബെറ്റർ കളർ, ഡീറ്റെയിൽ ആൻഡ് വിഷ്വൽ റിച്ച്നെസ് ദാൻ ഡിജിറ്റൽ ക്യാമറാസ്. അദ്ദേഹത്തിന് സെല്ലുലോയിഡ് ഫിലിമിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ഡിജിറ്റൽ ക്യാമറകളേക്കാൾ സെല്ലുലോയിഡ് ഫിലിം മികച്ച നിറവും വ്യക്തതയും അതുപോലെ ദൃശ്യഭംഗിയൊക്കെ നൽകുന്നു എന്നാണ് നോളൻ്റെ വിശ്വാസം. ഹി ഫീൽസ് ദാറ്റ് ട്രഡീഷണൽ ഫിലിം ക്രിയേറ്റ്സ് എ മോർ നാച്ചുറൽ ആൻഡ് ഇമ്മേഴ്സീവ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്, അതായത് ഒരു ഫിലിമിൽ ചിത്രീകരിക്കുന്നത് കൂടുതൽ സ്വാഭാവികതയോ അതുപോലെ യാഥാർത്ഥ്യബോധമൊക്കെ അതുപോലെ ഒരു സിനിമ അനുഭവമൊക്കെ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. Instead of depending on green screens and computer-generated effects, Nolan prefers real sets, practical effects and real locations. അതായത് ഒരു ഗ്രീൻ സ്ക്രീനും കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ദൃശ്യങ്ങളും CGI ഇതിനെ ആശ്രയിക്കുന്നതിന് പകരം യഥാർത്ഥ സെറ്റുകളും പ്രായോഗിക ഇഫക്റ്റുകളും യഥാർത്ഥ ലൊക്കേഷനുകളും ഉപയോഗിക്കാനാണ് നോളൻ ഇഷ്ടപ്പെട്ടത്. ഡ്യൂറിങ് ദ filming of Interstellar, he used real background projections inside the spacecraft sets to make the scenes feel more realistic for both the actors and the audience. ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ബഹിരാകാശ പേടകത്തിൻ്റെ സെറ്റിനുള്ളിൽ യഥാർത്ഥ പശ്ചാത്തല ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് കൂടുതൽ യഥാർത്ഥബോധമുള്ള രംഗങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു. നോളൻ ബിലീവ്സ് ദാറ്റ് ഫിലിംസ് ക്യാൻ എക്സ്പ്ലോർ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസ്. അതായത് സിനിമകൾക്ക് പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നോളൻ വിശ്വസിക്കുന്നത്. ഈ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ഡാർക്ക് നൈറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സൂപ്പർ ഹീറോ ഫിലിം ബട്ട് ഓൾസോ റിഫ്ലെക്ട്സ് സൊസൈറ്റീസ് ഫിയേഴ്സ്, കയോസ് ആൻഡ് മോറൽ സ്ട്രഗിൾസ്.
അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് ദ ഡാർക്ക് നൈറ്റ് അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അതൊരു സൂപ്പർ ഹീറോ സിനിമ മാത്രമല്ല, സമൂഹത്തിലെ ഭയം, അരാജകത്വം, ധാർമ്മിക സംഘർഷങ്ങൾ എന്നിവയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. നോളൻ ഡസ് നോട്ട് ബിലീവ് ദാറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഓർ ടെലിവിഷൻ വിൽ ഡിസ്ട്രോയ് സിനിമ. അതായത് നോളൻ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, അതായത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളോ ടെലിവിഷനോ സിനിമയെ ഇല്ലാതാക്കുന്നു എന്ന് നോളൻ വിശ്വസിക്കുന്നില്ല. ഈ സീസ് പീപ്പിൾ ഹാവ് പ്രഡിക്റ്റഡ് ദ എൻഡ് ഓഫ് മൂവീസ് ഫോർ മെനി ഡെക്കേഡ്സ് ബട്ട് സിനിമ കണ്ടിന്യൂസ് ടു സർവൈവ് ആൻഡ് ഇവോൾവ്. അതായത് പല കാലങ്ങളിലും ആളുകൾ പറഞ്ഞിരുന്നു സിനിമയുടെ അവസാനം ആണ് എന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ ഇന്നും നിലനിൽക്കുകയും പുതിയ രൂപത്തിൽ വളരുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. According to Nolan, watching a film in a dark theater with an audience is a special shared experience that cannot be replaced by watching films at home. തിയേറ്റർ അനുഭവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇരുണ്ട തിയേറ്ററിൽ ഒരുപാട് ആളുകളോടൊപ്പം സിനിമ കാണുന്നത് വീട്ടിലിരുന്ന് സിനിമ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേക അനുഭവമാണെന്ന് അദ്ദേഹം പറയുന്നു. തിയേറ്ററുകൾ ഹി ബിലീവ്സ് തിയേറ്റേഴ്സ് റിമൈൻ അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കൾച്ചർ. അദ്ദേഹം വിശ്വസിക്കുന്നത് തിയേറ്ററുകൾ എന്ന് പറയുന്നത് ഇന്നും സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ദ ഇൻ്റർവ്യൂ ഷോസ് ക്രിസ്റ്റഫർ നോളൻസ് പാഷൻ ഫോർ ഫിലിം മേക്കിംഗ്, ഹിസ് സപ്പോർട്ട് ഫോർ ട്രഡീഷണൽ ഫിലിം ടെക്നോളജി ആൻഡ് ഹിസ് ബിലീഫ് ദാറ്റ് സിനിമ ഇസ് ബോത്ത് ആൻ ആർട്ട് ഫോം ആൻഡ് എ പവർഫുൾ കൾച്ചറൽ എക്സ്പീരിയൻസ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാൻ കഴിയും സിനിമയോടുള്ള ക്രിസ്റ്റഫർ നോളൻ്റെ വലിയ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും പരമ്പരാഗത ഫിലിം സാങ്കേതികവിദ്യയോടുള്ള അദ്ദേഹത്തിൻ്റെ പിന്തുണയും സിനിമ ഒരു കലാരൂപവും ശക്തമായ സാംസ്കാരിക അനുഭവമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയൊക്കെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ബിലീവ്സ് ദാറ്റ് ഗുഡ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ദ തിയേറ്റർ എക്സ്പീരിയൻസ് വിൽ ഓൾവേസ് കീപ് സിനിമ അലൈവ്. അദ്ദേഹം വിശ്വസിക്കുന്നത് നല്ല കഥ പറച്ചിലും തിയേറ്റർ അനുഭവവും സിനിമയെ എന്നും ജീവിച്ചിരിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.